ഹായ്. അപ്പോൾ നമ്മുടെ ശ്രീനിവാസൻ സാർ നമ്മുടെ എല്ലാവരുടെയും വളരെ 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 പ്രിയപ്പെട്ട, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം, മലയാള സിനിമയുടെ സ്വന്തം, മലയാള പ്രേക്ഷകരുടെ സ്വന്തം ശ്രീനിവാസൻ സാർ വിട പറഞ്ഞു. എല്ലാ ആൾക്കാരും അതിൻ്റെ ഭയങ്കരമായ ഒരു ദുഃഖത്തിൽ തന്നെയായിരുന്നു. അത് ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് പല കാര്യങ്ങളും ഇതിനകത്ത് അസോസിയേറ്റഡായിട്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ശരിക്കും മലയാള ലോകം, ചാനലുകളായാലും മലയാളത്തിൻ്റെ ഏത് മേഖലകളൊക്കെ മലയാളത്തിൻ്റെതായിട്ടുണ്ടോ അതെല്ലാം ഒന്ന് നിശ്ചലമായി എല്ലാവരും അതിൻ്റെ ഒരു സങ്കടത്തിൽ തന്നെയായിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ ഒരാൾ നമ്മളെ വിട്ടു പിരിഞ്ഞ ആ ഒരു വിഷമം എല്ലാ ആൾക്കാർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുന്നേ പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ട് ഇത്രയും ഒരു ജനപ്രീതി ഈ ഒരു വിടവാങ്ങലിൽ ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിനായിട്ട് ചിന്തിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ മലയാളത്തിൻ്റെ ബിഗ് MS എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്ക, ലാലേട്ടൻ, അവരോടൊപ്പം ഒരു നടനായി മാത്രമല്ലാത്ത ഒരാൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോടൊപ്പം പ്രശസ്തി ആരെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ഡെഫിനറ്റായിട്ട് ശ്രീനിവാസൻ സാറാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള, ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലുള്ള, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ മുഴുവനായിട്ടുള്ള ഒരു സിനിമ ആരാധകർ, സിനിമയിൽ പ്രവർത്തിക്കുന്നവർ, ഇതെല്ലാ ആൾക്കാരും അതിന് ആദരാഞ്ജലികൾ നേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഓരോ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ സൗത്ത് ഇന്ത്യയിലുള്ള, കേരളത്തിന് പുറത്തുള്ള പല ഇൻഡസ്ട്രീസിലുള്ള നടീനടന്മാരൊക്കെ അദ്ദേഹത്തിനെ വന്ന് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ അതുതന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ശ്രീനിവാസ സാറിനെ ഓർക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങി അങ്ങോട്ടേക്ക് ഓർക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാര്യം ഞാൻ പ്രകാശൻ എന്ന് പറഞ്ഞ സിനിമ, അത് ശരിക്കും അതിനകത്ത് ഞാനുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. കാര്യം അതിനകത്ത് ഫഹദ് ഫാസിൽ ചെയ്ത റോളെന്ന് പറഞ്ഞത് ഒരു മെയിൽ നേഴ്സാണ്. എൻ്റെ ജോലി അത് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ സമകാലീന സാഹചര്യത്തിൽ, സമൂഹ സാഹചര്യത്തിൽ വരുന്ന ഒരു പ്രൊഫഷനെ എടുത്തുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മളെല്ലാവരെയും വളരെ രസകരമായിട്ട് ആ ഒരു കഥ പറഞ്ഞുപോയി. അതിനകത്ത് ഫഹദ് ഫാസിൽ പറയുന്ന ഒത്തിരി രംഗങ്ങളൊക്കെ ഉണ്ട് നേഴ്സിനെ പറ്റിയൊക്കെ. അത് ശരിക്കും എങ്ങനെ ഇദ്ദേഹം ഇത്ര കീനായിട്ട് ഒബ്സർവ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സന്ദേശം പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ മറ്റ് പല സിനിമകളും, ഈ വെള്ളാരകളുടെ നാട് അല്ലെങ്കിൽ വരവേൽപ്പ് പോലുള്ള സിനിമകളൊക്കെ എന്തുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ പ്രമേയം കൊണ്ട് എപ്പോഴും റൈസപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, അതിൻ്റെ കാരണം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ എഴുത്ത്. അത് എല്ലാ കാലത്തും, ഇപ്പോൾ നേഴ്സുമാരുള്ളത്രയും കാലം, മെയിൽ നേഴ്സുമാരുള്ളത്രയും കാലം എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പ്രകാശൻ എന്ന സിനിമ ചിലപ്പോൾ ഓർക്കപ്പെടും. അപ്പോൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അദ്ദേഹം ഒബ്സർവ് ചെയ്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അത് തുടങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് പോകുമ്പോൾ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ആദ്യമേ ഇത് എന്നെ സ്ട്രൈക്ക് ചെയ്ത അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒന്നാമത്തെ കാരണം, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഏകദേശം 5-ൽ 6-ലൊക്കെ ആയിരിക്കണം പഠിക്കുന്ന കാലഘട്ടത്തിൽ, ഞാൻ നമ്മുടെ ബുക്ക് പൊതിഞ്ഞിരിക്കുന്ന ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ, ബുക്കിൻ്റെ നമ്മൾ കവർ പേപ്പർ ഇടുന്നത് ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറഞ്ഞ ഒരു പരസ്യത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് ആ പരസ്യം, അത് ബുക്ക് നമ്മളിങ്ങനെ പൊതിഞ്ഞു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്താവിഷ്ടയ ശ്യാമള, അതിൻ്റെ ഇങ്ങനെ കറക്റ്റ് ഒരു കോർണറിലേക്കൊക്കെയാണ് അത് വരുന്നത്, അതിൻ്റെ റൈറ്റിംഗ് വരുന്നത്, നമ്മുടെ ബുക്കിൻ്റെ ആ പുറം പേപ്പർ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ആ പടം ദൂരദർശനിൽ ആദ്യമായിട്ട് വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് ഇങ്ങനത്തെ ഒരു സിനിമയാണെന്ന് എനിക്ക് നമ്മുടെ അന്നത്തെ ഒരു മൈൻഡിൽ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള കോൺസെപ്റ്റ് അറിയില്ല. കാര്യം അന്നെന്ന് പറഞ്ഞാൽ ഫൈറ്റ്, ബാബുവാനടി അങ്ങനെയുള്ള മൊത്തം സുരേഷ് ഗോപി, മമ്മൂട്ടിയുടെ പടങ്ങളൊന്നും അങ്ങനെ കാണാറേയില്ല. കാണാറില്ല, നല്ല കാണുന്നുണ്ടെങ്കിലും ഒരു അന്ന് ബാബുവാനടി, സുരേഷ് ഗോപി, ഇങ്ങനെയുള്ള ആൾക്കാർ, മോഹൻലാൽ, ഇങ്ങനെയുള്ളവരുടെ ഫൈറ്റ് സിനിമകൾ, പിന്നെ അതുപോലെ വില്ലന്മാരായിട്ടുള്ള കുറേ ആൾക്കാരുടെ കീരിക്കാണൻ, ഭീമൻ, അങ്ങനെയുള്ള ആൾക്കാരുടെ ഫൈറ്റുകൾ, ഇതൊക്കെ ക്രേസായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഈ നല്ല സിനിമ ഏത്, മോശ സിനിമ അങ്ങനെയൊന്നുമില്ല, ഫൈറ്റ് കാണുന്ന എല്ലാ സിനിമയും നമുക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ചിന്താവിഷ്ടയ ശ്യാമള എന്ന് പറഞ്ഞ സിനിമ ഒരു ദിവസം ഇതിലിരുന്ന് കാണുന്നത്. സാധാരണ അന്നത്തെ ഒരു കുടുംബ ചിത്രങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ഒരു ട്രാജഡിയാണ്. അതും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് പണ്ട് ഈ കുടുംബ ചിത്രങ്ങൾ കാണാതിരിക്കാനുള്ള കാരണങ്ങളിൽ മെയിനായിട്ടെന്ന് പറയുന്നത് നമ്മുടെ മാത്രം പ്രശ്നമില്ല, അന്നുണ്ടാക്കുന്ന കുടുംബ ചിത്രങ്ങളെന്ന് പറഞ്ഞാൽ കരച്ചിൽ ട്രാജഡീൻ്റെ കേന്ദ്രമായിരുന്നു. അതൊരു റീസണാണ് ശരിക്കും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങി കഴിയുമ്പോൾ ഭയങ്കര ഒരു മനസംതൃപ്തിയായിരുന്നു. എനിക്ക് അന്ന് ഈ ഇടിപ്പട അല്ലാത്തൊരു സിനിമ കണ്ടൊരു സംതൃപ്തി തോന്നുന്നത് ഒരു വല്ലാത്തൊരു റിയലൈസേഷനായിരുന്നു. ആ പടം ഞാൻ ഓർക്കുന്നുണ്ട്. ആ പടം എനിക്കെപ്പോഴും തോന്നാറുള്ളത് എൻ്റെ അച്ഛനെപ്പോഴും തന്നെയാണ്. അച്ഛൻ ഇങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തമില്ലായ്മ പല കാര്യത്തിലും കാണിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം അടിക്കുകയും ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് പലപ്പോഴും അത് അച്ഛനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഈ സിനിമയായിട്ട് വീട്ടിൽ വന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ സിനിമയെ പറ്റിയൊക്കെ.
അപ്പോൾ അന്നെല്ലാവരും ദൂരദർശനിലാണ് സിനിമ കാണുന്നത്. പക്ഷേ വളരെ നല്ല ഒരു പ്രമേയം. എനിക്ക് തോന്നുന്നു ഈ സത്യനന്ദിക്കാട് ചിത്രങ്ങളെന്ന് പറയുന്നത് ശ്രീനിവാസൻ ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന സത്യനന്ദിക്കാട് ചിത്രങ്ങളുടെ ഒരു ശുഭം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. വലിയ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഡയലോഗിലും ഈ ഡബിൾ മീനിങ്ങും അധികം ലൈംഗികപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കയറ്റിവിടാണ്ട് വലിയ ഇൻറ്റിമസി സീൻസ് എന്ന പാട്ടിലോ കുടുംബത്തിലോ കടപ്പറയിലോ കാണിക്കാണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു കഥ പറഞ്ഞു പോയി അത്യാവശ്യം ഹ്യൂമറൊക്കെ ടച്ച് ചെയ്ത ആൾക്കാരെ ഇങ്ങനെ വളരെ വലിയ ഒരു ഇമോഷൻസിലേക്ക് കൊണ്ടുപോകാണ്ട് നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്തിക്കുന്ന ഏതൊരാൾക്കാർക്ക് ഏത് സമയത്തും കാണാൻ പറ്റുന്ന ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു എഴുത്തെന്ന് പറയുന്നത് സത്യനന്ദിക്കാടിൻ്റെ സിനിമകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ആ ഒരു സത്യനന്ദിക്കാടിനെ ക്രിയേറ്റ് ചെയ്ത് ശരിക്കും ശ്രീനിവാസൻ്റെ എഴുത്തുകളാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പോഴൊക്കെയാണ് ശരിക്കും തോന്നണത്. ഇപ്പോൾ കഴിഞ്ഞ സത്യനന്ദിക്കാട് തന്നെ പറഞ്ഞു, ശ്രീനിവാസനായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ശരിക്കുള്ള ദിശ ഏതാണെന്നുള്ളത് മനസ്സിലായെന്ന് പറഞ്ഞു. അങ്ങനെ സത്യനന്ദിക്കാടെന്ന് പറയുന്നത് ശരിക്കും ശ്രീനിവാസൻ തന്നെയായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അങ്ങനെ എത്രയോ സിനിമകൾ. അപ്പോൾ പിന്നെ അദ്ദേഹം ചെയ്ത കുറേ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്, അദ്ദേഹം എഴുതി ഉണ്ടാക്കിയ കുറേ സംഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റഡ് ആകുന്ന കാര്യങ്ങൾ, നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള മനോഹാരിത, നമ്മുടെ നാടിൻ്റെതായിട്ടുള്ള കൾച്ചർ, നമ്മുടെ നാടിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, ഈ ചെറിയ കടകൾ തുടങ്ങി, ചെറിയ മുറുക്കാൻ കടകൾ, അവിടെ വന്നിരിക്കുന്ന ചായക്കടകൾ, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, അതിനെ പുറത്തിടുന്ന ബെഞ്ച്, അതിൻ്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ, പശു, ആട്, കാക്ക, അങ്ങനെയുള്ള നമ്മുടെ ഈ പൊന്മുട്ടയിടുന്ന താറാവിനകത്തെ ഈ പശു മിസ്സാവുന്നൊരു സീനുണ്ട്. മറ്റേ കൃഷ്ണൻകുട്ടി നായർ മരിച്ചെന്ന് പറയുമ്പോൾ പെട്ടെന്ന് പശുവായിട്ട് വരുമായിരിക്കും നമ്മുടെ ഒടുവിലിൻ്റെ കൃഷ്ണൻ. പശു മിസ്സായി കഴിയും. അപ്പോൾ ചെല്ലുമ്പോഴാണ് അറിയണത് ആ പുള്ളി മരിച്ചിട്ടില്ല. പെട്ടെന്നാണ് ആലോചിക്കുന്നത് കൊണ്ടുവന്ന പശു ഇവിടെ പോയി എന്നുള്ളത്. മരണ വാർത്തയെല്ലാം വെപ്രാളത്തിൽ അതൊക്കെ മറന്നു. പിന്നെ പുള്ളി പശുവിനെ അന്വേഷിച്ചുകൊണ്ടൊരു സീനുണ്ട്. പുള്ളി വിളിക്കുവാണ്, പശു ശരിക്കും പശുവിനെ പിന്നെ നമ്മളല്ലാണ്ട് എന്താ വിളിക്കേണ്ടത്? പശു മിസ്സായി, പശുവിനെ പിന്നെ വേറെ വിളിക്കാൻ പറ്റുമോ? എൻ്റെ പൊല്ലി ശരിക്കും എനിക്കതൊക്കെ എന്നാ സീനാണ്. അത് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ചിരിച്ചു. എനിക്ക് പിന്നെ വേറൊരു കാര്യത്തിൽ ഒരു അതിശയം തോന്നിയത്, സാധാരണ ശരിക്കും ഉണ്ടല്ലോ പുള്ളി ഓരോ നടന്മാരെ കൃത്യമായിട്ട് അസസ് ചെയ്തിരുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. കാര്യം നടൻ തിലകൻ ചേട്ടനെ ഇത്രയും ഹ്യൂമർ കൈകാര്യം ചെയ്ത രീതിയിൽ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാര്യം തിലകൻ ചേട്ടൻ ഹ്യൂമറായിട്ട് ഒന്നും കാണിച്ചില്ല. കാര്യം തിലകൻ ചേട്ടൻ്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞത് കുറച്ച് പരുക്കനാണ്, അറിയാലോ. അപ്പോൾ അത് ഹ്യൂമർ ആക്കാണ്ട് അതിൽ നിന്ന് പുള്ളിനെ കൊണ്ട് ഹ്യൂമറായിട്ട് ഒരു ഓവർ ആക്ടിങ് ചെയ്യിക്കാണ്ട്, അല്ലെങ്കിൽ പുള്ളിനെ ഒരു ഇൻറ്റൻഷലി ഒരു ഹ്യൂമർ റോൾ ചെയ്യിക്കാണ്ട് പുള്ളിയുടെ പരുക്കമായ രീതി എങ്ങനെ ഹ്യൂമറാക്കാം കാണുന്ന ആൾക്കാരെ കൊണ്ട് അതെങ്ങനെ ചിരിപ്പിക്കാൻ, ആ പരുക്കമായ നിന്നുകൊണ്ട് തന്നെ അതിന് പറ്റിയ സ്ക്രിപ്റ്റാണ് നാടോടിക്കാറ്റിൽ തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്നത്. അനന്തൻ നമ്പ്യാർ, എൻ്റെ പൊന്നോ, അത് ശരിക്കും തിലകൻ ചേട്ടൻ അത്രത്തോളം ഹ്യൂമർ ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു സംശയമാണ്. കാര്യം പുള്ളി ഇൻറ്റൻഷനലി ഒരു ഹ്യൂമർ ചെയ്ത ഒരു കഥാപാത്രമല്ല, പക്ഷേ ആ കഥാപാത്രത്തിൻ്റെ സാഹചര്യങ്ങളെ ഹ്യൂമറായിട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ തിലകൻ ചേട്ടൻ്റെ ഒരു നേച്ചറിൽ തന്നെ നിർത്തിക്കൊണ്ട് ആ സാഹചര്യങ്ങളെ ഹ്യൂമറായിട്ട് മാറ്റി എന്നുള്ളത് ഒത്തിരി ഞാൻ ചിരിച്ച ഒരു സംഭവമാണ്. എനിക്കൊന്നും തിലകൻ ചേട്ടൻ്റെ വേറെ ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം മുംബൈയിൽ നിന്ന് വരുന്ന ആ പുള്ളിയായിട്ട് കാണിച്ചിരിക്കുന്നത്, അത് ഇതേപോലെ തിലകൻ ചേട്ടൻ വളരെ സീരിയസ് ആയിട്ടാണ് ഡയലോഗ് ഡെലിവറി എല്ലാം അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കാണുന്ന ആൾക്കാർക്ക് വളരെയേറെ ചിരിച്ച് ഊപ്പാടലൈഫോട് ഐറ്റമാണ്. അതേപോലെ എനിക്ക് തോന്നുന്നത് കുറച്ച് അതേപോലെ തന്നെയാണ് ചിന്താവിഷ്ടയ ശ്യാമലയിടത്ത് ശ്രീനിവാസൻ്റെ അച്ഛനായിട്ട് തിലകൻ ചേട്ടൻ വരുന്നത്. എൻ്റെ പൊന്നു, അത് നമ്മൾ ഇതേപോലെ ചിരിച്ചു. വളരെ സീരിയസ് ആയിട്ടാണ് പറയണത്. കാലേവാരിയാൽ അടിക്കുമെന്നൊക്കെ പറയുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ശരിക്കും നമ്മൾ ചിരിച്ചു പോകും. അത്ര രസകരമായിട്ടാണ് പുള്ളി ഓരോ ആൾക്കാരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഭയങ്കര ഒബ്സർവേഷൻ തന്നെയാണ്. അതേപോലെ തന്നെയാണ് അഴകിയ രാവണൻ്റെ അകത്ത് മമ്മൂട്ടീനെ ഉപയോഗിച്ചിരിക്കുന്നത്. ശരിക്കും ഞങ്ങൾ പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളായിട്ടിരിക്കുമ്പോൾ പറയാറുണ്ട്, മമ്മൂട്ടിയുടെ ശരിക്കുള്ളൊരു നേച്ചറാണ് അഴകിയ രാവണൻ സിനിമയെന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ശരിക്കും അത് തന്നെ ആയിരിക്കണം. കാര്യം ശ്രീനിവാസ സാർ ശരിക്കും നല്ല രീതിയിൽ ഇത് ഒബ്സർവ് ചെയ്തിരിക്കണം ഈ മമ്മൂക്കാൻ്റെ ഒരു നേച്ചർ. അപ്പോൾ ആ ഒരു നേച്ചർ തന്നെ നിലനിർത്തിക്കൊണ്ട് സീനുകളെ ക്രിയേറ്റ് ചെയ്ത് ആ നേച്ചറിനെ കുറച്ചും കൂടി ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റാം, കുറച്ചൊക്കെ ഒരു കോമഡി ആയിട്ട് മാറ്റാം. അത് തിലകൻ ചേട്ടൻ്റെ ക്യാരക്ടറിൽ പറഞ്ഞ പോലെ തന്നെ മമ്മൂക്കാൻ്റെ ക്യാരക്ടറിൽ അത് ചെയ്തിട്ടുണ്ട്, എന്തായാലും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അതേ ഒരു ക്യാരക്ടർ തന്നെയാണ് മേഘത്തിലും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് വ്യക്തികളെ ഒബ്സർവ് ചെയ്ത് അവർക്ക് വേണ്ട ക്യാരക്ടറേയും ബിൽഡപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപാര സ്കില്ല് തന്നെയാണ്. പിന്നെ അതൊന്നും കൂടാണ്ട് എത്ര സിനിമകൾ, മിഥുനത്തിലെ ആ ഡയലോഗൊക്കെ ഇല്ല, തേങ്ങ ഉടക്കി സമയം ആരുടെ തലയാളെ പൊട്ടിത്തെറിച്ചത്, തൻ്റെ അപ്പൂപ്പനെയോ? അയ്യോ, അങ്ങനെ എത്ര പടങ്ങൾ ഇഷ്ടംമാതിരി. തുറന്ന് പറയാനുണ്ടോന്ന് തോന്നരുത്. അനന്തൻ ഇപ്പോൾ ഇവിടുന്ന് പോകണം. പ്രഭാകര ഇത് വിളിക്കുന്ന സീരിയൽ
അതേപോലെ എത്ര ഇഷ്ടമാരിയുണ്ട്, എന്താ പറഞ്ഞാലും തീരാത്ത എത്രയോ ഒരലക്ക് കിട്ടുമോ ബ്രാൻഡി, ഒരു ഗ്ലാസ് ബ്രാൻഡി. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെയാണ്. വേണ്ട ദിനേശ വേണ്ട, നിർബന്ധിക്കേണ്ട, അവരായിട്ട് വന്ന് കാലവീഴ ടീം അങ്ങനെ എത്രയോ. പിന്നെ അതേപോലെ നാടോടിക്കേണ്ടത് ശോഭനയ്ക്ക് ജോലി പോകുമ്പോൾ മോഹൻലാൽ ഇങ്ങനെ, അത് നല്ലൊരു സീനാണ് കേട്ടോ. ശരിക്കും ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പോലും തോന്നിക്കാത്ത രീതിയിലാണ് മോഹൻലാൽ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മടക്കി ഇങ്ങനെ ഡയലോഗ് ഭയങ്കര നാച്ചുറലായിട്ട് എടുത്തൊരു സീനാണത്. അപ്പോൾ ഞാനൊരുത്തനോട് പട്ടിണി കിടക്കണതുകൊണ്ട് ജോലി ഇല്ലാണ്ട് കിടക്കണതിന് കുഴപ്പമില്ല. അപ്പോൾ മോഹൻലാൽ ഇല്ല, എല്ലാം നോ പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ട് ഞാൻ നിൻ്റെ സുഹൃത്തായിരുന്നു എന്നാൽ ഇപ്പം അല്ലേ. എത്ര അയ്യോ. അതേപോലെ മറ്റേ ശശിയേട്ടൻ ഭരണിയിലോ ഗായത്രിയിൽ വന്നപ്പോൾ സൊമേട്ടനും പുതുമുഖമായിരുന്നല്ലോ. സമ്മതിച്ച് ഞങ്ങളിതൊന്ന് എടുത്തോട്ടെ എന്നൊക്കെ പറയുന്ന സീനുകൾ. ദാസ ഏതാടാ ഇലവലാതി, നമ്മുടെ ആ ക്യാരക്ടർ ക്രിയേഷൻ കഴിഞ്ഞ ആരാണ്, രമേഷ് പിഷാരടി ആവറ്റ് എഴുതിയിട്ടുണ്ട്. എത്ര 2500ഓളം ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഇഷ്ടംമാതിരി എത്ര ഇങ്ങനെ കിടക്കുന്നു. തട്ടി. അതേപോലെ ഏതൊക്കെയായിരുന്നു, ഒത്തിരി ഉണ്ട്. ഇത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തീരത്തില്ല. പിന്നെ ഞാൻ പോളിടെക്നിക് എഞ്ചിനീയർ ആണെന്നൊക്കെ പറയുന്ന ഡ്രൈവിങ്ങിൽ പറയണം. ശരിക്കും താത്വിക അവലോകനം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മനസ്സിലായോ? ഒന്ന് ശങ്കരാടി ചേട്ടൻ ചോദിക്കുന്ന സീനുണ്ടല്ലോ, റാഡിക്കലായിട്ടുള്ളൊരു മാറ്റമല്ല, ഇപ്പോൾ മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നത്. എടാ പരിപ്പോടെ വിടണോ, ഞങ്ങളുടെ പാർട്ടിയുടെ ഭക്ഷണം വീടിയും ഈ പരിപ്പോടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ പോയി ഉണ്ടാക്കി കൊണ്ടുവരാനാണ് പറയണത്. എൻ്റെ കർത്താവേ. പിന്നെ മറ്റേ പെണ്ണ് കാണാൻ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഏത് നിമിഷവും വെടിയുണ്ടകളെ ബിരിമാറുകൊണ്ട് നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ സീൻ. ശരിക്കും അതിനകത്തൊക്കെ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇപ്പോൾ എത്രയോ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതിനകത്തൊക്കെ. ഒടിലുണ്ണി കൃഷ്ണ ചേട്ടൻ്റെ അല്ലെങ്കിൽ ശങ്കരാടി ചേട്ടൻ്റെ അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സിനെ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് പുള്ളി അസോസിയേറ്റ് ചെയ്യാത്ത സിനിമാ മേഖലയിലെ ഒരു സംഭവമില്ല. കാര്യം ആളൊരു റൈറ്ററും കൂടിയാണ്, ആക്ടറും കൂടി ആയതുകൊണ്ട് തന്നെ ഒത്തിരി എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ട്. അതാണ് ലാൽ ജോസ്, ഡയറക്ടർ കമൽ, അങ്ങനെ അഭിനേതാക്കളിൽ ഒട്ടുമിക്ക അഭിനേതാക്കളും അതേപോലെ തന്നെ ഇതിനകത്ത് ഏതൊക്കെ രീതിക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാവരും. നടിമാർ, ഉർവശീനെ പോലുള്ള നടിമാർ, അങ്ങനെ ഒത്തിരി ആൾക്കാർ, എത്രയോ വലിയ വാക്കുകളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ജഗദീഷ് ചേട്ടൻ പറഞ്ഞ കേട്ടാൽ നമുക്ക് തോന്നുന്നു ജഗദീഷ് ചേട്ടൻ്റെയാണ് ഏറ്റവും വലിയ സുഹൃത്തെന്ന് നമുക്ക് തോന്നും. അതേപോലെ മുകേഷ് പുള്ളി പറഞ്ഞ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു മുകേഷിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ലാലേട്ടൻ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, അല്ലെങ്കിൽ പ്രിയദർശൻ പറയുമ്പോൾ പ്രിയദർശൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ്, സത്യനന്ദിക്കാടിൻ്റെ വളരെ ക്ലോസ് റിലേറ്റീവാണെന്ന് വരെ നമുക്ക് തോന്നിക്കും. അങ്ങനെ എല്ലാ ആൾക്കാരും, ഇത്രയും ആൾക്കാർ ഒരു കാര്യത്തെപ്പറ്റി മരണം ഈ അടുത്ത കാലത്ത് കേരളത്തിൽ എവിടെ ഉണ്ടായിട്ടുണ്ടായാലും. അതേപോലെ അടുത്ത പേരുടെ ഓ മൈ ഗോഡ് അവരിവിടെയും എത്തിയോ. എൻ്റെ കർത്താവേ, എത്ര ആലോചിച്ച് ചിരിച്ചു പോകും ശരിക്കും. അത്രത്തോളം ഇപ്പോൾ ആരോ പറഞ്ഞു കേട്ടു, ഒരു ഹ്യൂമർ എഴുതുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സിഗരറ്റ് വലിച്ചു കൂട്ടണം എന്നുള്ളത്. അത് ഇഷ്ടംമാതിരി പേപ്പറുകൾ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടിയിട്ടിരിക്കുന്നതാണ്. അതായത് ഹ്യൂമർ എഴുതുന്നു, അത് വീണ്ടും കട്ട് ചെയ്ത് അടുത്ത പേപ്പർ റിഫൈൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർക്ക് എൻജോയ് ചെയ്യുന്ന രീതിയിലായിരിക്കും ആ ഹ്യൂമർ ഔട്ട്പുട്ടായിട്ട് വരുന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് പല ആൾക്കാർ പറഞ്ഞ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ എനിക്ക് വേറൊരു കാര്യം ഇതിനകത്ത് എടുത്തു പറയാൻ തോന്നിയത്, ഇപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ പൃഥ്വിരാജിനെയൊക്കെ നമ്മൾ നോക്കും, പൃഥ്വിരാജ് സിനിമയുടെ ബാക്കി മേഖലകളിലേക്ക് ഡയറക്ഷനിലേക്കൊക്കെ കൈകടത്തി വന്നപ്പോൾ, അല്ലെങ്കിൽ അതിലേക്കൊക്കെ കൈവച്ചപ്പോൾ ആളുടെ അഭിനയം ശരിക്കും ഉണ്ടായിരുന്ന അഭിനയം കൂടി പോയി. ശരിക്കും അവിടെയൊക്കെയാണ് ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഒരു നടൻ്റെ ഒരു വലിയൊരു കാര്യം നമുക്ക് തോന്നുന്നത്. കാര്യം എഴുതുമ്പോഴും ഡയറക്റ്റ് ചെയ്യുമ്പോഴും അഭിനയത്തിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അത് പെർഫെക്റ്റായിട്ട് അത് വേണ്ട രീതിക്ക് പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ സത്യനന്ദിക്കാട് കഴിഞ്ഞ പറഞ്ഞൊരു കേസുണ്ട് ഇതിനകത്ത്. ഒരു എഴുത്തുകാരൻ, ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ ശരിക്കും ശ്രീനിവാസൻ ആരും സെലിബ്രേറ്റ് ചെയ്യാണ്ട് പോയതിൻ്റെ കാരണം പുള്ളി ഒരു ആക്ടറും കൂടി ആയതുകൊണ്ടാണ്. അത് ആക്ടിങ് മേഖലയിലും പുള്ളി കഴിവ് തെളിയിച്ചുകൊണ്ടാണ് ഈ എഴുത്തെന്നുള്ള രീതിയിൽ ബാക്കി നമ്മൾ പല ആൾക്കാരുടെയും പത്മരാജൻ, ഭരതൻ, ലോഹിതദാസ്, രഞ്ജിത്ത്, ഇങ്ങനെ പലരുടെയും പേരൊക്കെ ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ ശ്രീനിവാസൻ എഴുത്തുന്ന മേഖലയിൽ ഇപ്പോൾ ഈ മരണത്തിന് ശേഷമാണ് പലരും ആൾക്കാരും അതിനെ എഴുത്തെന്നുള്ള രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ അത് ഈ അഭിനയത്തിലും പുള്ളി അത്രയും തിളങ്ങി നിന്നതുകൊണ്ടുകൂടി ആയിരിക്കാം. ഓക്കെ, അതാണ് സത്യനന്ദിക്കാട് പറഞ്ഞത്. അല്ലെങ്കിൽ അഭിനയം എഴുത്തുകാരൻ മാത്രമായിരുന്നെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പുരസ്കാരങ്ങൾ, ഇതിനേക്കാളും വലിയ രീതിയിൽ എഴുത്ത് എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടേനെ എന്നുള്ളതാണ് സത്യനന്ദിക്കാട് ഇങ്ങനെ ഒരു ഇതിൽ പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ സംഭവങ്ങളും ഒരു തുള്ളി പോലും കളയാണ്ട് പുള്ളി എല്ലാം ഒപ്പിയെടുത്ത് ഒബ്സർവ് ചെയ്ത് നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്
നമ്മുടെ ഒപ്പമായിരുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ നമ്മുടെ 90 കിഡ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ ആ ഒരു വളർച്ച ഈ ഒരു സിനിമകൾക്കൊപ്പമായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസം ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് നമ്മളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവരൊക്കെ പറഞ്ഞത്. കാര്യം നമ്മൾ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണല്ലോ. ജഗദീഷ് ചേട്ടൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. മലയാളികളുടെ ഇന്നത്തെ ഒരു നിലവാരം, ഒരു ഹ്യൂമർ അല്ലെങ്കിൽ ഒരു കോമഡി നിലവാരം എന്ന് പറയുന്നത്, ഒരു ആസ്വാദന നിലവാരം എന്ന് പറയുന്നത് ശ്രീനിവാസൻ്റെ എഴുത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. സത്യമാണ് കേട്ടത്, ഭയങ്കര സത്യമാണത്. കാര്യം ഒരു ക്ലാസ് ടച്ചുള്ള ഹ്യൂമർ നമ്മൾ ആസ്വദിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു ക്ലാസ് ടച്ച് ഒരു നമ്മുടെ ഹ്യൂമറിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചളുപ്പൊന്നും കേട്ടാൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നൊക്കെ എല്ലാവരും പറയും ഈ കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുന്നതാണ് അന്നും തമിഴ് സിനിമ, ഇന്നും തമിഴ് സിനിമ അങ്ങനെയാണ്. ആ കാലഘട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ട് അതൊരു കോമഡിക്ക് വേണ്ടി കോമഡി ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് തോന്നാനുള്ള കാരണങ്ങളിലൊന്ന് നമ്മൾ കണ്ട് ശീലിച്ചത് ശ്രീനിവാസ സിനിമകളുടെ എഴുത്തും അതേപോലെ ബാക്കിയുള്ള മലയാള എഴുത്തുകാരുടെ ആ ഒരു മെച്യൂരിറ്റിയാണ്. എഴുതുന്നതിലുള്ള ഹ്യൂമർ എഴുതുന്നതിലുള്ള ഒരു മെച്യൂരിറ്റി തന്നെയാണ് നമ്മളൊക്കെ ഈ തമിഴ് സിനിമ ഇങ്ങനെയാണെന്ന് പറഞ്ഞാനുള്ള കാരണങ്ങൾ. അതുകൊണ്ടാണ് നമുക്ക് ചളുപ്പ് തോന്നുന്നത്. ഏത് ചളുപ്പാണെന്ന് ഇപ്പോഴും തോന്നുന്നത് അന്നും തോന്നിയിട്ടുള്ളത് ഈ ഒരു നമ്മുടെ നിലവാരത്തിന്, നമ്മുടെ തലച്ചോറിൻ്റെ നിലവാരത്തിന്, ചിന്തകളുടെ ഒരു നിലവാരത്തിനെ ഉയർത്തി കൊണ്ടുവരാൻ ശ്രീനിവാസൻ സിനിമകൾക്കും എഴുത്തുകൾക്കും സാധിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ മാത്രമൊന്നുമല്ല, അന്നുള്ളായിരുന്ന ഒട്ടുമിക്ക എഴുത്തുകാരും ഈ ഒരു കാറ്റഗറിയിൽ തന്നെ വരുന്നതായിരുന്നു. ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമ. കാര്യം ഞാനൊക്കെ ചെറുപ്പത്തിൽ നല്ല വിശ്വാസിയായിരുന്നു. ശബരിമലയ്ക്ക് പോകുമ്പോൾ അങ്ങനെയാണ്, ശബരിമലയിൽ പോകുമ്പോൾ ഇങ്ങനെ പോകണം, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെ പഠിപ്പിക്കുമല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ പോകുന്നത് മാലയിട്ട് പോകുന്നത്, വ്രതം നോക്കുന്നത് എല്ലാം ഓക്കെയാണ്. പക്ഷേ ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയ്ക്കകത്ത് വിശ്വാസം എങ്ങനെയാകാം, അമിത വിശ്വാസം എങ്ങനെയാകരുത്, എങ്ങനെയാകാം എന്നുള്ള ഒരു കളിയാക്കലിലൂടെ പുള്ളി നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്നെപ്പോലെ ഇതൊക്കെ നല്ല കാര്യങ്ങൾ എവിടെ കിട്ടിയാലും അതിലൂടെ മാറണം, അതിലൂടെ ആ ഒരു രീതിക്ക് ചിന്തിക്കണമെന്ന് വിചാരിക്കണം എന്നെപ്പോലെ കുറേ ആൾക്കാരുണ്ടാവും. എനിക്കൊക്കെ വലിയ ഒരു റിയലൈസേഷനായിരുന്നു ആ ഒരു സിനിമകൾ. പുള്ളിയുടെ തോട്ട്സും എന്നെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സിനിമകൾ എനിക്ക് തോന്നുന്നു എന്നെ ഇത്ര ഫേവറേറ്റ് ആക്കിയതിൽ, എന്നെ ഇങ്ങനെ ആക്കിയതിൽ പുള്ളിക്ക് ഒരുവിധം നല്ല പങ്കുണ്ട്. കാര്യം ഞാനൊക്കെ ചെറുപ്പത്തിൽ മലക്ക് പോയിട്ടുള്ളതാണ്. അപ്പോൾ അന്നൊക്കെ ഭയങ്കര നോമ്പുകൾ കാര്യങ്ങളൊക്കെ എടുത്തൊരു ഇതിലാണ്, അങ്ങനെ വേണം പോകാൻ. പക്ഷേ നമ്മൾ അമിതമായിട്ട് നമ്മളിങ്ങനെ ഈ ഓരോ വിശ്വാസങ്ങൾ കൂടി വരുമ്പോഴേ കണ്ണി കണ്ടതെല്ലാം നമ്മൾ വിശ്വാസമാക്കി മാറ്റുവാണ്. ഒരു ദിവസം ഒരു കല്യാണത്തോട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെന്ന് പ്രാർത്ഥിക്കണമെന്നുള്ള ചുമ്മാ കുറേ ഇങ്ങനെ ബ്ലണ്ടറായിട്ടുള്ള തോട്ട്സൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ് നമ്മുടെ ഈ ഒരു ഹിന്ദു സമൂഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെയുള്ള ഇതിനെല്ലാം പുള്ളി നിശ്ചിതമായിട്ട് വിമർശിച്ചിട്ടുള്ളൊരു പടം കൂടിയാണ് ഈ ചിന്താവിഷ്ടിയായ ശ്യാമള. അപ്പോൾ അങ്ങനെ കുറേ എന്തൊക്കെയാകരുതെന്നുള്ളത് വ്യക്തമായിട്ട് പുള്ളി ഓരോ സീൻ ബൈ സീൻ ഈ ചിന്താവിഷ്ടിയായ ശ്യാമള ആ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ ഇഷ്ടംമാതിരി കാര്യങ്ങൾ പുള്ളി കാണിച്ചിട്ടുണ്ട്. ഒരു സിനിമ കൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സ്, ഒരു മണ്ടത്തരങ്ങളുള്ള യൂണിവേഴ്സും ഏതൊക്കെ രീതിക്ക് ലോജിക്കലായിട്ടുള്ള യൂണിവേഴ്സും പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സിനിമയിൽ മാത്രമല്ല, പുള്ളിയുടെ എല്ലാ സിനിമകളിലും പുള്ളിയെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഈ കാണുന്ന മലയാളികളുടെ നിലവാരം, മലയാളികൾ നമ്മൾ ബുദ്ധിയുള്ളവരാണെന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. ശ്രീനിവാസ സാറിന് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്കും അദ്ദേഹത്തിൻ്റെ അന്നത്തെ ചിന്തകൾക്കും നല്ല രീതിയിൽ സ്വാധീനമുണ്ട്. അത് അറിഞ്ഞോ അറിയാതെയോ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. ചില ആൾക്കാർ നമ്മളെപ്പോലെ അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുന്നു. ചില ആൾക്കാർക്ക് അവർ പോലും അറിയാണ്ട് അവരിലേക്ക് ഈ ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മെർജ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ പേഴ്സണാലിറ്റിയിലും പല കാര്യങ്ങൾക്കും നമ്മുടെ ഉപയോഗത്തിന് നമുക്കത് ഗുണം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാനിപ്പോഴും ചിന്തിക്കുന്നത്, ശരിക്കും ശ്രീനിവാസൻ സാറ് ശരിക്കും ഒരു എഴുത്തുകാരനാകാനോ അഭിനേതാവാകാനോ വന്ന ഒരാളൊന്നും അല്ല. അത് പുള്ളി തന്നെ പറയുന്നുണ്ട്, പല അവസരങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. ബട്ട് പുള്ളി ശരിക്കും ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരാളായിരുന്നു. അത് 100% നമുക്ക് പറയാൻ പറ്റും. കാര്യം അന്നുണ്ടായിരുന്ന മെയിൻ എഴുത്തുകാരുടെ കൂട്ടത്തിലാണ് ഇദ്ദേഹം പിന്നീട് ചേർക്കപ്പെട്ടത്, ഇദ്ദേഹത്തിൻ്റെ പേര് ചേർക്കപ്പെട്ടത്. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇങ്ങനെ എഴുതി ആ ഒരു പേര് ചേർക്കപ്പെടാൻ മാത്രം ഒട്ടും ഉള്ളിലില്ലാത്ത ഒരാളല്ല. പുള്ളിയുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ ലാലേട്ടനെ പറ്റി പറഞ്ഞ പോലെ ലാലേട്ടൻ അഭിനയിക്കാൻ വേണ്ടി ജനിച്ച ഒരാളാണ്. അതേപോലെ ശ്രീനിവാസൻ സാർ എന്ന് പറയുന്നത് ഇതേപോലെ എഴുതാൻ, ഇതേപോലെ ഒരു പ്രശസ്തി നേടാൻ എഴുത്തിനും അഭിനയത്തിനും എല്ലാം വേണ്ടി ജനിച്ച ഒരാളായിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പത്മരാജൻ, ഭരതൻ, അല്ലെങ്കിൽ ലോഹിതദാസ്, ഇങ്ങനെയുള്ള വലിയ എഴുത്തുകാരുടെ ആ ഒരു ശ്രേണിയിലേക്കാണ് അവർ. വ്യത്യസ്തമായ തലങ്ങളിൽ വ്യത്യസ്തമായ മലയാള സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അവർക്കൊപ്പം അല്ലെങ്കിൽ അവരാരും ചിന്തിക്കാത്ത ഒരു ടൈപ്പ് ഓഫ് റൈറ്റിങ്ങിലൂടെ ഇദ്ദേഹം നമ്മളെല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റി, അല്ലെങ്കിൽ നമ്മളത് പുള്ളിക്കൊരു അഡിക്റ്റായെന്ന് തന്നെ പറയാം. ഭയങ്കര ക്ലാസ് ടച്ചുള്ള സിനിമകളാണ്. അതായത് ഇപ്പോൾ നാടോടിക്കാറ്റിലെ ഒരു ഹ്യൂമർ എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിൽ, ഇപ്പോൾ ജഗദീഷ് ചേട്ടൻ കഴിഞ്ഞിട്ട് പറഞ്ഞു കേട്ടു, 500 വർഷം കഴിഞ്ഞാലും അന്നത്തെ ഹ്യൂമറുമായിട്ട് ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ അന്നത്തെ ഹ്യൂമറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പോലും
ശ്രീനിവാസൻ്റെ ഹ്യൂമർ അടിച്ചടിച്ച് നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതത്രയും അങ്ങനെ ചിന്തിക്കാനുള്ള, അത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഹ്യൂമറാണ്. അല്ലാണ്ട് ചുമ്മാ നമ്മൾ കാണുമ്പോൾ കണ്ണിന് മാത്രം പറ്റുന്ന ഹ്യൂമർ അല്ലല്ലോ, നമ്മൾ ചിന്തിക്കാനുള്ള ഹ്യൂമറാണ് അവിടെ ഉള്ളത്. അത് ഭയങ്കര സംഭവമായിട്ട് അത് സമ്മതിച്ചിരിക്കണം. അത് ഭയങ്കര, എനിക്ക് തോന്നുന്നു അന്നുള്ള ഒത്തിരി എഴുത്തുകാരുണ്ട്, പക്ഷേ അവരുടെയൊക്കെ ഹ്യൂമർ എന്ന് പറയുന്നത് നമുക്ക് കണ്ണിനും കൂടി കണ്ടെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് ഹ്യൂമർ ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇത് നമുക്ക് കേട്ടാൽ പോലും ആസ്വദിക്കാൻ പറ്റും. അങ്ങനെയുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒത്തിരി ഹ്യൂമറുകൾ അവിടെ ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനൊക്കെ എന്ന് പറയുന്നത് ഈ സർക്കാസം ഹ്യൂമർ, ഇപ്പോൾ ഞാനൊക്കെ ആദ്യമായിട്ട് നാടോടിക്കാറ്റ് സിനിമ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ സർക്കാസം, ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു സെൻസിറ്റീവാണ്. അപ്പോൾ ഒരു സർക്കാസത്തിലേക്കൊന്നും പോകുന്ന ഒരു ടൈപ്പല്ല ഞാൻ, കുറച്ചും കൂടി ഇമോഷണലാണ്. അപ്പോൾ ഡയറക്റ്റ് ഹ്യൂമറുകൾ, അല്ലെങ്കിൽ ഹ്യൂമർ തന്നെ എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല അന്നത്തെ കാലത്ത്. അടി പിടി ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. അപ്പോൾ അതൊക്കെ അതുകൊണ്ട് തന്നെ നാടോടിക്കാറ്റൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ ആദ്യം ഞാൻ കാണുമ്പോൾ അയ്യേ ഇതൊക്കെ എന്ത് ഹ്യൂമർ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ പോയി ചമ്മട സീനൊക്കെ എനിക്ക് അയ്യേ ഇതൊക്കെ എന്ത് സീനാണെന്ന് ഞാൻ കാലഘട്ടം ആ വീട്ടിൽ പോയിട്ട് അരി ചോദിക്കുന്ന സീൻ, അയ്യൊക്കെ ഇതൊക്കെ എന്ത് സീനാണ്, ഇതൊക്കെയാണ് സീനെന്നൊക്കെ വിചാരിച്ച്, ഇതൊക്കെ എന്താ പിന്നെ ഒരു തേങ്ങയും ഇല്ലയെന്ന് വിചാരിച്ചിരുന്ന കാലഘട്ടമൊക്കെ ഉണ്ടായത്. അപ്പോൾ ആ കാലഘട്ടത്തിലും സ്കൂളിലൊക്കെ പഠിപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ അവരന്നും ഈ നാടോടിക്കാറ്റിൻ്റെ ഹ്യൂമർ, ഇങ്ങനെ അനന്തൻ നമ്പ്യാരുടെയൊക്കെ ആ ഹ്യൂമർ എന്താണ് ശ്രീനിവാസൻ ഉദ്ദേശിച്ചത്, സത്യനന്ദിക്കാട് ഉദ്ദേശിച്ചത്, അത് കറക്റ്റായിട്ട് ഒപ്പിയെടുത്ത് ആസ്വദിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അവരിലൂടെയാണ് ഞാൻ പിന്നീട് ഈ ഹ്യൂമർ ഇങ്ങനെയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ നമ്മൾ ആസ്വദിക്കേണ്ടതെന്ന് ചിന്തിച്ചത്. ശരിക്കും ഞാനിപ്പോഴും ആലോചിക്കുന്നത്, അവർക്ക് അന്നേ അതൊക്കെ മനസ്സിലായ ആൾക്കാരാണ്. അവരിപ്പോൾ അതൊന്നും ഇതിനെപ്പറ്റി സംസാരിക്കാറില്ലാന്ന് തോന്നുന്നു, പക്ഷേ അവർ അന്നേ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുക സ്കൂൾ കാലഘട്ടത്തിൽ പോലും. ശരിക്കും അവരുടെ ആ ഒരു സിനിമ ആസ്വാദന തലം ശരിക്കും ഞാനൊക്കെ അതിലൂടെയാണ് ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലാക്കിയത്. ഈ ഒരു എഴുത്തിൻ്റെ ഒരു ഭംഗി ഇങ്ങനെയാണ്, ഈ ഒരു സിനിമയെ നമ്മൾ ഉൾക്കൊണ്ടത് ഇങ്ങനെയാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്കിപ്പോൾ ഈ ആടെന്ന് പറഞ്ഞ സിനിമയൊക്കെ എനിക്ക് മറ്റു പലർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടത് എനിക്ക് അന്ന് കിട്ടിയ ആ ഒരു ചിന്തകൾ തന്നെയാണ്. ഇങ്ങനെയാണ് ഈ സിനിമകൾ ആസ്വദിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ സിനിമകൾ, ശ്രീനിവാസ സിനിമകൾ അങ്ങനെ ഒരു വലിയൊരു ഇതിലേക്ക് പോയ ഒരു സംഭവം. കഴിഞ്ഞ ഞാനൊരു ചാനൽ ചർച്ച കണ്ടു, അതിനകത്ത് അവർ പറയുന്നുണ്ടായിരുന്നു, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളത്രയും കാലം ഈ സന്ദേശം എന്ന് പറഞ്ഞ സിനിമയുടെ വ്യാപ്തി കൂടിക്കൊണ്ടേയിരിക്കുന്നില്ല. കാര്യം നമ്മളിപ്പോഴും നമ്മുടെ ഏതൊരു പാർട്ടി ഓഫീസർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ള സഖാക്കളെ നോക്കിയാൽ പക്കായിട്ട് ഇവരെ കാണാം. അതിനകത്തുള്ള കുമാരപിള്ള സാറിനെ കാണാം, അതിനകത്തുള്ള ഒട്ടുമിക്ക ക്യാരക്ടേഴ്സിനെയും നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണാൻ പറ്റും. നമ്മൾ ശരിക്കും പെട്ടെന്ന് ചിരിച്ചു പോകും. കാര്യം എത്രയോ വർഷം കഴിഞ്ഞിട്ട് മുന്നേ എഴുതിയ സാധനം ഇപ്പോഴും അവർ തന്നെ ഉണ്ടല്ലോ, അവരൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിൽ രാഷ്ട്രീയത്തിലുള്ളതെന്ന് അറിയുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ശരിക്കും ഭയങ്കരമായിട്ടൊരു സംഭവം തന്നെയാണ്. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ വന്നപ്പോൾ എല്ലാ ഇലക്ഷനും ഇലക്ഷൻ തന്നെ വന്നുന്നില്ല, ആ സന്ദേശത്തിലെ ട്രോള് കാണാത്ത ദിവസങ്ങൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതെനിക്ക് തോന്നുന്നു കുറേ കമ്മ്യൂണിസ്റ്റുകാരുടെ പല ഇതേപോലെയുള്ള കുറേ ടിപ്പിക്കലായിട്ടുള്ള കാര്യങ്ങളെ മാറ്റാൻ അവർക്ക് തന്നെ സഹായമായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സർക്കാസ്റ്റിക്കായിട്ട് പറയുമ്പോൾ ആർക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം MP രാജേഷ് പറഞ്ഞായിരുന്നു, പുള്ളി വിമർശിക്കാറുണ്ട്, പക്ഷേ അത് ആൾക്കാർക്ക് രസിക്കുന്ന രീതിയിലാണ്, വിമർശനമായിട്ടാണ് വിമർശിക്കുന്നത്, അല്ലാണ്ട് വ്യക്തിഹത്യ നടത്തുകയോ അല്ലെങ്കിൽ വെറുതെ വിമർശിച്ച് പോവുകയല്ല. അത് ആൾക്കാരെ രസിപ്പിക്കുന്ന രീതിയിൽ ഒരു ഷെയ്ഡോട് കൂടിയൊക്കെ ഇങ്ങനെ തലോടിയൊക്കെയാണ് വിമർശിക്കുന്നത്. അത് ആൾക്കാർക്ക് ഇഷ്ടമാണ്, വിമർശനം ആർക്കും ഇഷ്ടമാണ്. പക്ഷേ അത് വ്യക്തിഹത്യ അല്ലെങ്കിൽ ഒരു പക്കാ തേജോവധം ചെയ്യുന്ന വിമർശനമായിട്ട് മാറുന്നത്, അവിടെയാണ് എൻ്റെ വിജയം. ഈ ശ്രീനിവാസൻ്റെ ഒട്ടുമിക്ക സിനിമകളും അത് തന്നെയാണ്. ഇപ്പോൾ ഈ മരിച്ച സമയത്ത് ധ്യാൻ ശ്രീനിവാസൻ്റെ ഒരു പേപ്പർ കൊടുത്തിട്ട്, ശ്രീനിവാസൻ എഴുതിയ പേനായും അതേ പേപ്പറൊക്കെയാണ് സത്യനന്ദിക്കാരന് കൊടുത്തിട്ട് അദ്ദേഹം എഴുതി വെച്ചിരിക്കണം അങ്ങനെ എന്തൊരു വാക്കുകളാണ്, സ്നേഹപൂർവ്വം എവിടെ ആയിരുന്നാലും നന്നായിട്ടിരിക്കട്ടെ എന്ന് അങ്ങനെ എന്തൊരു വാക്കാണ് എഴുതിയത്. അതായത് ഇവരുടെ സിനിമകൾ അത് തന്നെയാണ്, എപ്പോഴും ഒരു ശുഭം, അങ്ങനത്തെ ടൈപ്പ് സിനിമകളാണ്. അത് ആൾക്കാരെ ഒരു പരിധി വിട്ട് ഇമോഷനിലേക്ക് കൊണ്ടുപോയി നശിപ്പിക്കുകയല്ല. ഇപ്പോൾ ലോഹിതദാസ് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ കേട്ടത്, വൈഫ് പറഞ്ഞിട്ടുണ്ടെന്ന്. കിരീടത്തിൻ്റെ ബാക്കി ചെങ്കോലിൽ സേതുമാധവനെ നശിപ്പിച്ചെന്നാണ് പറഞ്ഞത്. ശരിക്കും അത്രയും ആ ക്യാരക്ടറിനെ അങ്ങനെ കൊല്ലണ്ടായിരുന്നു, അത്രയും ഇതിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകണ്ടായിരുന്നു എന്നുള്ളത് പിൻകാലത്ത് ലോഹിതദാസ് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് ലോഹിതദാസിൻ്റെ വൈഫ് പറയുന്നത്. കാര്യം ആൾക്കാർ അത്രയും ഒരു ഇതായിപ്പോയി ആ ഒരു അവസ്ഥയിൽ. കാണുന്ന ആൾക്കാർക്കും വിഷമം നെഞ്ചിൻ്റെ ഉള്ളിൽ എന്തോ തങ്ങി നിൽക്കണ പോലത്തെ ഫീൽ. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ശ്രീനിവാസ സിനിമകൾക്കില്ല. അത് കുറേയും കൂടി മനുഷ്യത്വം ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ആയിരിക്കണം പുള്ളി ജീവിച്ചത്. പുള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. പുള്ളി ഒരാളെയും ആരോ പറഞ്ഞു കേട്ടു, ഒരാളെ വ്യക്തിഗത ചെയ്യാൻ മാത്രമുള്ള ഹ്യൂമറൊന്നും പുള്ളി ഇട്ട് കൊടുക്കില്ല. പുള്ളി ഹ്യൂമർ പറയും, കാര്യങ്ങളൊക്കെ ചെയ്യും. അത് മറ്റുള്ളവരെ മനസ്സിലാക്കി അവരുടെ ഫീലിങ്സിന്, അവരുടെ ഇമോഷനും, അവരൊരു വ്യക്തിയാണെന്നുള്ള റെസ്പെക്റ്റ് കൊടുത്തു തന്നെയാണ് പുള്ളി വളരെ കളിയാക്കിയിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. പിന്നെ
ഒട്ടുമിക്ക ആൾക്കാർ തമിഴിൽ നിന്ന് എത്ര രജനികാന്ത്, കമലഹാസനൊക്കെ ഫേസ്ബുക്കിൽ എഴുതിയിട്ട കാര്യങ്ങൾ കാണുന്നു. സൂര്യ, കാർത്തി, ഈവൻ നമ്മുടെ പ്രിയങ്ക ഗാന്ധി, അങ്ങനെ എത്ര 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 ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്. ലാലേട്ടൻ എന്തോരം എഴുതി, മമ്മൂക്ക എന്തോരം എഴുതി, ജഗതി, നമ്മൾ ഇതുവരെയായിട്ടും കാണാത്ത പോലത്തെ ഒരു സംഭവങ്ങളാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമകളുടെ നഷ്ടങ്ങളെന്ന് പറയുന്നത് ഈ കൊച്ചിൻ ഖലീഫ മരിച്ചത് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വിഷമമായിരുന്നു. കാര്യം അദ്ദേഹം നല്ല രീതിയിൽ ക്യാരക്ടർ റോൾ ചെയ്യും, നല്ല രീതിയിൽ ഹ്യൂമർ കൈകാര്യം ചെയ്യും. ഒരു പ്രത്യേക ടൈപ്പ് ഹ്യൂമറാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. അത് എന്ത് രസമാണെന്നറിയോ, അതേപോലെ ചെയ്യാൻ ആർക്കും പറ്റത്തില്ല. അത് എക്സ്പീരിയൻസ് തന്നെയാണ്, അവരനുഭവിച്ച ഒരു എക്സ്പീരിയൻസിൻ്റെ, വെറുതെ കിടന്ന് കോമഡി കാണിക്കുന്നതല്ല, ഒരു ലൈഫിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസിൻ്റെയാണ്. അതേപോലെയായിരുന്നു മണിച്ചേട്ടൻ, കലാഭവൻ മണിച്ചേട്ടൻ മരിച്ചപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമാണ്. കാര്യം ഒരു പ്രോഗ്രാം വരുമ്പോൾ മലയാള സിനിമയിലെ ഒരു വളരെ വ്യത്യസ്തമായൊരു മുഖമായിരുന്നു മണിച്ചേട്ടൻ്റെ. ഒരു മലയാള സിനിമയുടെ പൂർണ്ണത എന്ന് പറയുന്നത് മണിച്ചേട്ടന് കൂടിയുള്ളതായിരുന്നു. ഞാനിപ്പോഴും ആലോചിക്കുന്നത് അന്ന് നഷ്ടപ്പെട്ട ഒരു മലയാള സിനിമയുടെ പൂർണ്ണത ഇപ്പോഴും കിട്ടിയിട്ടില്ല. കാര്യം മണിച്ചേട്ടൻ്റെ ഒരു പ്രോഗ്രാമിൽ ചെന്നാൽ പോലും ഉണ്ടല്ലോ, ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ മണിച്ചേട്ടനുണ്ടെങ്കിൽ ആ ഒരു ലാലേട്ടൻ നമുക്ക് എല്ലാവരും ഉണ്ടെങ്കിൽ പോലും മണിച്ചേട്ടൻ്റെ ഒരു ഭാഗം വരുമ്പോൾ ആ പ്രോഗ്രാം ശരിക്കും മണിച്ചേട്ടൻ മാത്രമേ ഉള്ളൂ, മണിച്ചേട്ടൻ്റെ പ്രോഗ്രാമാണ് തോന്നിപ്പോവും. അത്ര ഒരു വേറൊരു തലത്തിലേക്കാണ് പുള്ളി ഒറ്റയ്ക്ക് ആ പ്രോഗ്രാമിനെ കൊണ്ടുപോയി. അപ്പോൾ അത് നമുക്ക് ഭയങ്കര നഷ്ടമായിരുന്നു മണിച്ചേട്ടൻ അത് പെട്ടെന്ന് അങ്ങനെ പോയത്. പുള്ളി അഭിനയിച്ച വേഷങ്ങളായാലും വില്ലൻ വേഷങ്ങളായാലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നീട് എനിക്ക് ഏറ്റവും നഷ്ടമായിട്ട് തോന്നിയത്, എനിക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നിയത്, ഞാൻ അത്രയും കരഞ്ഞത് ഇന്നസെൻ്റ് ചേട്ടൻ മരിച്ചപ്പോഴും. ഇന്നസെൻ്റ് ചേട്ടനുമായിട്ടുള്ള എൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുന്നേ, ഞാൻ പണ്ട് എനിക്ക് സച്ചിൻ്റെ മുഖം, ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭ്രാന്താണല്ലോ, സച്ചിൻ്റെ മുഖം എവിടെ കണ്ടാലും അല്ലെങ്കിൽ അതേപോലെ സച്ചിനെ വെറുതെ കാണാൻ തന്നെ ഇഷ്ടമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരുവിധ സാമ്യമുള്ള ഒരു ഫേസ് ആയിട്ട് തോന്നിയതൊക്കെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ മുഖം സച്ചിനുമായിട്ടാണ്. എനിക്കെന്തോ അങ്ങനെ തോന്നി. പക്ഷേ അത് പലപ്പോഴും വേറെ പല ആൾക്കാർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. പല ആൾക്കാരും അങ്ങനെ ട്രോൾ ചെയ്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സച്ചിൻ്റെ മുഖം ഇന്നസെൻ്റിൻ്റെ മുഖമായിട്ടൊക്കെ. അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ്റെ മരണം നമുക്ക് അത്ര ഒരു വിഷമമായിരുന്നു. ഇന്നസെൻ്റ് ചേട്ടനെ എവിടെ കണ്ടാലും എനിക്ക് ആ സിനിമ ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അത്ര സച്ചിനെ കാണുന്ന പോലത്തെ ഒരു സുഖമായിരുന്നു. അങ്ങനെ ഇന്നസെൻ്റ് ചേട്ടൻ്റെ എല്ലാ സിനിമകളും ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി. പുള്ളിയുടെ ഇൻ്റർവ്യൂസ് ഞാൻ കൂടി കാണാൻ തുടങ്ങി. കാര്യം ഈ ഒരു സിമിലാരിറ്റി വരുന്നുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു മരണം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ഇന്നസെൻ്റ് ചേട്ടൻ നല്ല രീതിയിൽ ക്യാരക്ടർ റോൾ ചെയ്യും, ഹ്യൂമർ കൈകാര്യം ചെയ്യും, എല്ലാം ഈക്വലായിട്ട് ചെയ്യും. ഇപ്പോൾ ജഗതി ചേട്ടൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ജഗതി ചേട്ടൻ കൂടുതലും ഒരു ഹ്യൂമറാണ് കൈകാര്യം ചെയ്യുന്നത്. ഒരു ക്യാരക്ടർ റോൾ കൊടുത്താലും ആളുടെ ഒരു ഹ്യൂമറിലേക്ക് നിൽക്കണ ഒരു ചാട്ടം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇന്നസെൻ്റ് ചേട്ടൻ കൊടുത്ത പോലത്തെ ഈ പൊന്മുട്ടിയുടെ താറാവിനകത്തുള്ള ഉർവശിയുടെ ഫാദറായിട്ടുള്ളത്, അങ്ങനെയുള്ള വേറെ ഒത്തിരി സിനിമകളുണ്ട്. ഇപ്പോൾ ദേവാസുരത്തിലെ ലാലേട്ടൻ്റെ കൂടെയുള്ള ക്യാരക്ടർ, അതേപോലെ തന്നെ ഗോഡ് ഫാദറിലെ അതേപോലെ ഹ്യൂമർ, വിയറ്റ്നാം കോളനി എടുത്ത ഹ്യൂമർ, കന്നാസങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി ക്യാരക്ടേഴ്സ് ഹ്യൂമർ ആയാലും എന്തായാലും പുള്ളി ഈസിയായിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പോൾ കല്യാണരാമൻ്റെ അകത്ത ഒരു രീതിയൊക്കെ, അപ്പോൾ പുള്ളിക്ക് എല്ലാം വഴങ്ങുമായിരുന്നു. ഒരു ലെജൻഡ് തന്നെയായിരുന്നു അദ്ദേഹം. അപ്പോൾ പുള്ളിയുടെ ഒരു മരണം എനിക്ക് അങ്ങനെ വലിയ ഇതായിരുന്നു. അതിനേക്കാളും അപ്പുറം ഇപ്പോൾ ഈ ശ്രീനിവാസൻ സാറിൻ്റെ മരണം അത്ര ഫീൽ ചെയ്തിട്ടുണ്ട്. അത്രയും അദ്ദേഹം എന്താണെന്നുള്ളത് ഒത്തിരി ആൾക്കാരുടെ കമൻസും ഞാൻ എപ്പോഴും എല്ലാവരും നമ്മൾ കാണാറുണ്ട്, വിനീതിൻ്റെയൊക്കെ പഴയ ഇൻ്റർവ്യൂസ്, അച്ഛനെ കുറച്ച് കുറ്റം പറഞ്ഞാൽ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റിയൊക്കെ. പക്ഷേ ഇവർ എത്രത്തോളം അദ്ദേഹത്തെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. നമുക്കറിയാം ഈ ഒരു വാർത്ത ഇങ്ങനെ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവർ എത്രത്തോളം ഇമോഷണൽ ആയിരിക്കും എന്നുള്ളത് നമുക്ക് ധാരണ ഉണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം തന്നെ അവരത് ഇമോഷണൽ ആയിട്ടുണ്ട്. വിനീതും ഞാനും അമ്മയും കൂടി കട്ടിപ്പിടിച്ച് കയറിയണ സീനുണ്ടല്ലോ, ശരിക്കും അവരുടെ 4 പേര് മാത്രം അടങ്ങുന്നൊരു ലോകമായിരുന്നു കുറേ വർഷം അവരെത്ര ഹാപ്പിയായിരുന്നു ആ ലൈഫിലെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിൽ നിന്നൊരു മെമ്പറാണ് പോയത്. അത് ഭയങ്കര ശരിക്കും അവർ ആ മെമ്പർ എന്താണെന്ന് ശരിക്കും അവർക്ക് വ്യക്തമായിട്ടറിയാം. അദ്ദേഹം സമൂഹത്തെ സൃഷ്ടിച്ച ഒരു മാറ്റങ്ങൾ, അദ്ദേഹം എത്രത്തോളം വലിയവനായിരുന്നു മേഖലയിലേക്കും ഒരു പ്രേക്ഷകർക്കും ഒരു മൊത്തത്തിലുള്ള ഇൻഡസ്ട്രിക്കും എത്ര വലിയവനാണെന്ന് പോലും അവർക്ക് വ്യക്തമായിട്ട് ധാരണ ഈ മക്കൾക്കും ഉണ്ടായിരുന്നു, എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ അവർക്കും ഉണ്ടായിരുന്നു. എത്രയോ നടന്മാർ, അതേപോലെ സീനിയറായിട്ടുള്ള അഡൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഏജ്ഡ് ആയിട്ടുള്ള എത്രയോ നടന്മാർ, കംപ്ലീറ്റ് ആൾക്കാരും എനിക്ക് തോന്നുന്നത് ഈ ഇദ്ദേഹത്തെ കാണാൻ വന്നിട്ടുണ്ട്. ന്യൂജൻസിലെ അല്ലെങ്കിൽ പുതിയ ആക്ടേഴ്സിലെ നമ്മുടെ പാർവതി തിരുവോത്ത്, അങ്ങനെയുള്ള അവരും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഇമോഷണൽ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ പറ്റി. അത്രത്തോളം ആൾക്കാർ ഇദ്ദേഹത്തെ മനസ്സിലാക്കി എന്നുള്ളതാണ്. കാര്യം എനിക്കൊക്കെ ഞാനൊക്കെ ആദ്യം വിചാരിച്ചത് നമ്മളൊക്കെ മനസ്സിലാക്കിയത് അത്രയും ഇദ്ദേഹത്തെ വേറെ ആരെങ്കിലും മനസ്സിലാക്കി, ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആൾക്കാരൊക്കെ പറയുമോ എന്നുള്ളതൊക്കെയാണ്. പക്ഷേ നമ്മുടെയൊക്കെ കാൽക്കുലേഷൻ മൊത്തം പോയി. എത്ര ആൾക്കാരാണ്, എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇദ്ദേഹത്തെ പറ്റി ഇത്രയും വലിയ കാര്യങ്ങൾ പറയണമെന്നറിയോ എഴുതുന്നത്, ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നത്. അപ്പോൾ അതിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. കാര്യം ഇത്രയും നിലവാരം, ഇത്രയും മനസ്സിലാക്കലുള്ള ഒരു ഓഡിയൻസ് നമുക്ക് കേരളത്തിലുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ. അതുപോലെ തന്നെ നമുക്ക് ജീവിതത്തിൻ്റെ ഒരു ഭാഗം
നമ്മൾ ജനിച്ചപ്പോൾ തുടങ്ങി, നമുക്ക് ഓർമ്മ വെച്ചപ്പോൾ തുടങ്ങി, നമ്മൾ വളർന്നതും നമ്മുടെ പ്രയാസങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ സിനിമകളും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മുടെ ഒപ്പം അദ്ദേഹത്തെ കൂട്ടിയാണ് നമ്മളെല്ലാം വളർന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം എവിടെയോ പോയതുപോലുള്ള ഫീൽ തന്നെയാണ്. അത് എനിക്കൊന്നും ഒട്ടുമിക്ക ആൾക്കാർക്ക് അത് തന്നെയാണ്. പക്ഷേ നമുക്ക് പറയുമ്പോൾ പറയാം, നമുക്ക് വൈഫുണ്ട്, മക്കളുണ്ട്, അച്ഛനമ്മയൊക്കെ ഉണ്ട്, ഉണ്ടായിക്കോട്ടെ, എന്തും ഉണ്ടായിക്കോട്ടെ. പക്ഷേ ഇത് വേറൊരു ഫീലാണ്. കാര്യം നമ്മൾ മനുഷ്യ ശരീരം, നമ്മൾ വളർച്ച എന്നൊക്കെ പറയുന്നത് പല ഘടകങ്ങളും ചേർന്നതാണ്. അതിൽ ഇമോഷൻസ് ഉണ്ട്, രോമാഞ്ചം ഉണ്ട്, പല 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 നല്ല ആഘോഷ നിമിഷങ്ങളുണ്ട്, പല പല സന്തോഷങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ വീട്ടുകാരിൽ നിന്ന് മാത്രമല്ല നമ്മൾ ആസ്വദിച്ചിട്ടുള്ളത്, അത് നമ്മുടെ ശരീരത്തിൻ്റെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹത്തിനെ പോലെ ആൾക്കാരുടെ എഴുത്തുകൾ, സച്ചിനെ പോലെ ക്രിക്കറ്റ് കളിക്കാരുടെ ബാറ്റിങ്ങുകൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർന്നതാണ് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ കാണുന്ന കുറേ കാര്യങ്ങളാണ് അച്ഛനും അമ്മയും നമ്മുടെ വൈഫും മക്കളും കൂട്ടുകാരും ഇതൊക്കെ പോലെ തന്നെ കാണുന്നതാണ് ഇദ്ദേഹത്തെ പോലെ ആൾക്കാരുടെ ഒരു ക്രിയേറ്റിവിറ്റി, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു സൃഷ്ടി എന്ന് പറയുന്നത്. അതും കൂടി ചേർന്നുകൊണ്ടാണ്, അതിൻ്റെ ഒരു ആസ്വാദന തലം നമുക്ക് കിട്ടിയത് കൂടി കൊണ്ടാണ് നമ്മൾ വളർന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സയൻസ്. അപ്പോൾ അദ്ദേഹം അത് മരിച്ചപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗം പോയെന്ന് പറയുമ്പോൾ പല ആൾക്കാർക്കും അതിശയം, ജീവിതത്തിൻ്റെ ഭാഗ്യത്തിലാണ് പോണത്. അത് ശരിക്കും അത് എല്ലാ ആൾക്കാർക്കും അതേപോലെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം പോയതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു കാര്യം മരണ വാർത്ത കേട്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഇദ്ദേഹം മരിക്കുമെന്ന് നമുക്കറിയായിരുന്നു, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും അറിയാം. പക്ഷേ മരിച്ചപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡ് ഇനി ഉണ്ടാകത്തില്ല, ഉറപ്പാണ്. കാര്യം അങ്ങനെ ഉണ്ടാകാനുള്ള കാരണങ്ങളൊന്നും ആ ഒരു കാലഘട്ടമാണ്, ആ ഒരു കാലഘട്ടം വല്ലാത്തൊരു കാലഘട്ടമാണ്. അന്ന് ഒത്തിരി ലെജൻഡ്സ് ഉണ്ട്, അവരോടൊപ്പം ഉള്ള ഒരു ആളും കൂടിയാണ്. അത് കാലഘട്ടത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന എഴുത്തും അറിവും തലച്ചുകൊണ്ട പ്രവർത്തനമൊക്കെ ഇതെല്ലാം കൂടി ആശ്രയിച്ച് തന്നെയാണ് ഒരു നല്ല ആൾ അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ ഇനിയുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാക്കപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ എക്സ്പീരിയൻസ് വേണം, വെറും ഭാവനയല്ലല്ലോ എഴുത്തെന്ന് പറയുന്നത്, ഒരു എക്സ്പീരിയൻസും കൂടി വേണം. അപ്പോൾ അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ഉണ്ടായ ഒരാൾ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണം എന്ന് പറയുന്നത് സിഗരറ്റ് അത്യാവശ്യം സ്മോക്ക് ചെയ്തെന്നുള്ളതാണ് പറഞ്ഞത്. അതായത് ഹ്യൂമർ എഴുതാനാണ് ഏറ്റവും പ്രയാസം. അപ്പോൾ ഹ്യൂമർ എഴുതുമ്പോൾ ശരിക്കും ഇത് കൂടുതൽ വേണ്ടി വരും. കാര്യം അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ ഒത്തിരി അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അത് പറയുകയും ചെയ്തിട്ടുണ്ട്, ഞാൻ സ്മോക്കിങ് നിർത്തി, അതുകൊണ്ട് ഞാൻ എഴുത്തും നിർത്തി എന്നുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിലേക്ക് നിറയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയും. പിന്നെ അദ്ദേഹം മക്കളെ പറ്റി പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ, അവരുടെ ഫ്രീഡത്തിന് വിട്ട് അവർക്ക് എന്താണോ ആഗ്രഹങ്ങൾ അതവർ ചെയ്യട്ടെ എന്നുള്ള രീതിയിലൊക്കെ അത്രയും ഫ്രീഡം കൊടുത്ത് വളർത്തിയ മക്കൾ. അത് അവർ ശരിക്കും ഈ പല എഴുത്തും ഞാൻ കണ്ടു, നാടിന് സമൂഹത്തിന് രണ്ട് നല്ല മക്കളെ തന്നിട്ടാണ് പോയതെന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെപ്പോലെ തന്നെ എഴുത്തുകളെപ്പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജെനറ്റിക്സും കൂടി കൊടുത്തിട്ട് തന്നെയാണ് അദ്ദേഹം പോയതെന്നുള്ളത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി ഇവിടെ തുറന്നു വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വേണ്ടപ്പെട്ടവരെയും പോലെ തന്നെ അദ്ദേഹം ഉള്ള ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു ജന്മം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അത്രയും ചിന്തിക്കുന്ന ഒരു ആളുടെ കൂടെയുള്ള ഒരു ജന്മം, ആ ഒരു സമൂഹത്തിലുള്ള ജന്മം തന്നെയാണെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട് നമുക്ക് വേണ്ടി നമ്മുടെ ഒപ്പം ഈ ഒരു കാലഘട്ടത്തിൽ ശ്രീനിവാസ് സാറുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കാനും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ആസ്വദിക്കാനും അദ്ദേഹം തുറന്നു വെച്ച കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനോടൊപ്പം പൊരുത്തപ്പെടാനും ചിന്തിക്കാനൊക്കെ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം. എല്ലാ കല്ലിലും ശില്പമുണ്ട്. നാം അതറിയുന്നത് ഒരു ശില്പി അയാളുടെ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ആ കല്ലിൽ നിന്ന് ശില്പത്തെ വേർതിരിച്ചെടുക്കുമ്പോഴാണ്. നമ്മുടെ അറിവില്ലായ്മകളിൽ നിന്ന്, നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മളിലെ നന്മയെ ചികഞ്ഞെടുക്കുന്ന ശില്പി നമ്മുടെ തന്നെ അനുഭവങ്ങളാണ്. ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ തരം ആശയങ്ങൾ നമ്മളിൽ സ്വാധീനം ചെലുത്തും. ഒരു പ്രായത്തിൽ നമ്മൾ വിപ്ലവകാരിയാവും, രക്ഷിതാക്കളെ എതിർക്കും, ദൈവത്തെ നിഷേധിക്കും, യുക്തിവാദിയാകും. പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വീണ്ടും ദൈവവിശ്വാസിയായേക്കാം. പിന്നൊരു ഘട്ടത്തിൽ തത്വജ്ഞാനിയാകും. ഒടുവിൽ അതും വേണ്ടെന്ന് വെക്കും. അങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെയാണ് നമ്മൾ യഥാർത്ഥ നമ്മളാകുന്നത്.